ഇപ്പോൾ ഡോക്ടർ പി വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, കാലാവസ്ഥാ വിദഗ്ധനാണ്. ഡോക്ടർ, അതായത് ഈ ചൂട് അതിങ്ങനെ ദിനംപ്രതി ഉയർന്നു വരികയാണ്. നമുക്കറിയാം, മുൻ വർഷങ്ങളിലുള്ളതിനേക്കാൾ ചൂടാണ് ഓരോ വർഷം കഴിയുന്തോറും ഈ രീതിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സഹിക്കാൻ കഴിയാത്ത, ഒരു 5 മിനിറ്റ് പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലേക്കാണ് നിലവിലെ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം. അതെ, നമ്മുടെ കേരളത്തിൽ, ലോകത്തെല്ലായിടത്തും താപനില വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 100 വർഷത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വർഷത്തിനകത്ത് ആകെ താപനിലയിൽ ശരാശരി ഉണ്ടായിട്ടുള്ള വർധനവ് എന്ന് പറയുന്നത് 1.1 ഡിഗ്രി മുതൽ 1.5 ഡിഗ്രി വരെയാണ് പല സ്ഥലത്തും. അതേപോലെ തന്നെ കേരളത്തിലും ഏകദേശം 1 ഡിഗ്രിയോളം താപനില വർദ്ധിച്ചിട്ടുണ്ട് 100 വർഷത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞാൽ. അതുപോലെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കും അതിനു മുമ്പത്തെ ഒരു 10 വർഷത്തെ കണക്കും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2.2 ഡിഗ്രി സെൽഷ്യസ് ശരാശരിയിൽ വർധനമുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം റൂം ടെമ്പറേച്ചറാണ്. അതായത് നമ്മളുടെ ഒരു മുറിക്കകത്തുള്ള താപനില. സാധാരണഗതിയിൽ വായു സഞ്ചാരമുള്ള ഒരു മുറിക്കകത്തുള്ള താപനിലയാണ് ഈ 40 പോയിന്റ് പാലക്കാട് രേഖപ്പെടുത്തിയെന്ന് പറയുന്ന 40.1 ഡിഗ്രി സെൽഷ്യസ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയെന്ന് പറയുന്ന സംഭവം. ഏറ്റവും വലിയ ഉയർന്ന താപനില പാലക്കാട് രേഖപ്പെടുത്തിയത് 2016 അത് ഏപ്രിൽ 26-ാം തീയതി 41.9 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. പക്ഷേ ഈ താപനില എന്ന് പറയുന്നത് ഒരു സ്റ്റീവൻസൺ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു വുഡൻ ബോക്സിനകത്ത് വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഈ താപനിലയല്ല നമുക്ക് അനുഭവപ്പെടുക. കാരണം സൂര്യരശ്മികൾ നേരിട്ട് നമ്മുടെ ശരീരത്തിൽ പതിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സ്കിന്നിന്റെ ടെമ്പറേച്ചർ ഇതിനേക്കാളൊക്കെ ഒരുപാട് കൂടും. അതാണ് നമുക്കുള്ള ഒരു പ്രശ്നം. നമ്മൾ ഷെയ്ഡിൽ നിൽക്കുകയാണ്, നമ്മളൊരു മുറിക്കകത്ത് നിൽക്കുകയാണ്, വായുസഞ്ചാരമുള്ള ഒരു മുറിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ ഉള്ള താപനിലയാണ് 41 പോയിന്റ് അല്ലെങ്കിൽ 40 എബോ എന്നൊക്കെ പറയുന്നത്. അതാണ് പാലക്കാട് ഈ ഉച്ച സമയത്ത് നമ്മൾ വെയിലത്തിറങ്ങി നടക്കരുതെന്ന് പറയുന്നത്. കാരണം വെയിലത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് സൂര്യരശ്മികൾ പതിക്കുകയും, പ്രത്യേകിച്ച് ഇപ്പൊ വിഷു സമയമാണ്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മുടെ നേരെ നെറുകയിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഭൂമധ്യരേഖ ക്രോസ് ചെയ്ത് നമ്മുടെ കേരളത്തിന്റെ ലാറ്റിറ്റ്യൂഡ്സിന്റെ മുകളിലായിട്ടാണ് സൂര്യന്റെ പൊസിഷൻ. അപ്പൊ നമുക്ക് വളരെ തീവ്രമായിട്ടുള്ള രശ്മികളായിരിക്കും സൂര്യനിൽ നിന്ന് വരിക. അതിന് ഉച്ച സമയത്ത് നമ്മൾ പരമാവധി സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ കൊള്ളുന്നത് ഒഴിവാക്കേണ്ടത് ആണ്. പിന്നെ ഈ താപനില വളരെ ചെറിയ എമൗണ്ട് ആണ്. നമ്മൾ 0.2 ഡിഗ്രി 0.1 ഡിഗ്രി എന്നൊക്കെ പറയുമെങ്കിലും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ആലോചിക്കുന്ന 37 ഡിഗ്രിയാണ് മനുഷ്യന്റെ ശരാശരി താപനില, മനുഷ്യന്റെ ശരീര ഊഷ്മാവ്. അതിനേക്കാൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിയർത്ത് മാത്രമാണ് താപനില കുറയ്ക്കാൻ പറ്റുള്ളൂ. താപനില താഴ്ന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം കൂട്ടിയിട്ട് ശരീരത്തിൽ താപനില വർദ്ധിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ വായുവിന്റെ താപനില കൂടുമ്പോൾ മനുഷ്യന്റെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. ഈ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് വിയർക്കലാണ്. അപ്പൊ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. എന്നാൽ മാത്രം നമുക്ക് ധാരാളം വിയർക്കാനുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. രണ്ടാമത് ഈ പ്രോസസ്സ് ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കുറവായിരിക്കണം. പാലക്കാടൊക്കെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾക്ക് ഈ 40 ഡിഗ്രിയൊക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്നത്. അതേസമയം തീരദേശ പ്രദേശങ്ങൾ, കൊല്ലം, തിരുവനന്തപുരം അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ കോഴിക്കോടിന്റെ ഒക്കെ തീരപ്രദേശങ്ങളിൽ 35 ഡിഗ്രി ആവുമ്പോൾ തന്നെ ഈ പാലക്കാട് ഉള്ള അതേ ചൂട് അനുഭവവേദ്യമാവും. ആളുകൾക്ക് ഈ ഹ്യൂമിഡിറ്റി അവിടെ കൂടുതലാണ് തീരപ്രദേശത്തായതുകൊണ്ട്. അതുകൊണ്ട് പാലക്കാടിലെ 40 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ടാപ്പ് ഗുഡ് 35 ഇൻ തൃശ്ശൂർ തിരുവനന്തപുരം ഓർ കൊല്ലം. അപ്പൊ 35 ഡിഗ്രി എന്ന് പറയുന്നത് പേടിക്കേണ്ട സംഭവം തന്നെയാണ്. അവിടെയും ഈ പറഞ്ഞ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് നമ്മുടെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ചിലപ്പോൾ താറുമാറാകാം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് ഈ വേനൽക്കാലം നമ്മൾ കരുതലോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതെ, ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂട് ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണോ മുന്നിലുള്ളത്? ഈ ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ എത്രത്തോളം ഉണ്ട്? സാധാരണഗതിയിൽ നമ്മുടെ താപനിലയിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഏപ്രിൽ മാസങ്ങളിലാണ്. ഏറ്റവും ഉയർന്ന താപനില മാർച്ച് മുതൽ താപനില കൂടുകയും ഏപ്രിൽ അതിന്റെ പീക്കിലെത്തുകയും മെയ്യിൽ അത് പിന്നെ കുറയുകയും ചെയ്യും. അതായത് ഏപ്രിൽ കൂടുതൽ ആവാനുള്ള കാരണം മിഡ് ഏപ്രിലിനോട് കൂടിയാണ് നമ്മുടെ വിഷു സമയത്താണ് സൂര്യൻ നേരിട്ട് നമ്മുടെ മുകളിലെത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ്, കേരളത്തിന്റെ മുകളിലെത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ചൂട് ഒരാഴ്ചത്തേക്കെങ്കിലും ഇങ്ങനെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിനുശേഷം പിന്നെ കുറയും. വേനൽമഴയുടെ കാര്യം വളരെ അപ്രവചനീയമാണ്. കാരണം എന്താ വെച്ചാൽ വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള റെയിൻഫോൾ ആണ് നമുക്ക് ലഭിക്കുക ഈ വേനൽമഴയില്. അത് ഈ പറയുന്ന മാർച്ച് മാസം അവസാനത്തോടുകൂടി തന്നെ, പകുതിയോടുകൂടി തന്നെ മഴ കിട്ടി തുടങ്ങേണ്ടതാണ്. ആകെ 4 ജില്ലകളിൽ മാത്രമാണ് ആവശ്യത്തിനുള്ള മഴ ലഭിച്ചിട്ടുള്ളൂ.
കാസർഗോഡ്, കോഴിക്കോട്, അതുപോലെ 3-4 ജില്ലകളിൽ മാത്രമാണ് നമുക്ക്, പത്തനംതിട്ട, കണ്ണൂർ, ഈ 4 ജില്ലകളിൽ മാത്രമാണ് നമുക്ക് ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും മഴ കമ്മിയാണ്. അപ്പൊ മഴ പെയ്യുന്നത് സാധാരണഗതിയിൽ ഈ ചൂട് കൂടുകയും ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂമ്പാര മേഘങ്ങൾ രൂപപ്പെട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു 10 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലൊക്കെ മഴ ഇടിയോടുകൂടി മഴ വൈകുന്നേരങ്ങളിൽ പെയ്യും. ആ മഴയാണ് നമുക്ക് പെട്ടെന്നൊരു പിറ്റത്തെ 2-3 ദിവസത്തേക്ക് ആ അന്തരീക്ഷ താപനില കുറച്ച് നിർത്താനായിട്ട് ഈ മഴ സഹായിക്കും. അത്തരം മഴകൾ കിട്ടേണ്ട സമയം കഴിഞ്ഞു. മഴ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് എക്സസ് ആയിരുന്നു പ്രീ മൺസൂൺ റെയിൻഫോൾ. അതായത് ഏപ്രിൽ പകുതിക്ക് ശേഷം മെയ് മാസത്തിലും കിട്ടിയ മഴ വെച്ചിട്ടാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തത്. അതുപോലെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മഴ പെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെതർ സിസ്റ്റമാണ് ഈ സമയത്ത് രൂപപ്പെടുക. വളരെയധികം ചൂടുള്ള പുഴുക്കമുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് സാധാരണ വയസ്സായ ആൾക്കാർക്ക് പറയുന്നു മഴയ്ക്ക് സാധ്യതയുണ്ട്, കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പെയ്യുന്ന മഴ ആ പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ പെയ്യില്ല. അത്തരം വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷെ അത്തരം മഴ കിട്ടേണ്ടതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കിട്ടുന്നത് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മാർച്ച് മാസത്തിൽ വേണ്ട മഴ ലഭിച്ചിട്ടില്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴക്കാലത്തും കൂടെ വേണ്ട രീതിയിൽ മഴ ലഭിച്ചില്ല എങ്കിൽ അതൊരു വലിയ വരൾച്ചയിലേക്കൊക്കെ കൊണ്ടെത്തിക്കില്ലേ കാര്യങ്ങൾ? അത് വലിയൊരു ആശങ്കയാണ്. കാരണം നമുക്ക് ലാനിന കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പസഫിക് ഓഷ്യനിൽ. ഇപ്പോൾ അത് ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഇനി അത് എൽനിനോ കണ്ടീഷനിലേക്ക് പോകും. ജൂൺ മാസത്തിനോട് കൂടിയിട്ട് അത് എൽനിനോ കണ്ടീഷനിലേക്ക് പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൽനിനോ നമുക്കറിയാം നമ്മളുടെ മൺസൂണിനെ പ്രതികൂലമായി ബാധിക്കും. കഴിഞ്ഞ വർഷം നമുക്ക് മൺസൂൺ നേരത്തെ വന്നു. അതുപോലെ തന്നെ നമുക്ക് മഴയ്ക്ക് പ്രയാസം ഉണ്ടായില്ല. ഈ പ്രാവശ്യം ഈ പറഞ്ഞ എൽനിനോ കണ്ടീഷൻ വരികയാണെങ്കിൽ വേനൽ മഴ കിട്ടാതിരിക്കുകയും അതുപോലെ മൺസൂൺ ഒന്ന് വീക്കാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, ഡ്രോട്ട് കണ്ടീഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, വളരെയധികം നന്ദി. ഇപ്പോൾ പ്രതികരിച്ചതിന് കാലാവസ്ഥാ വിദഗ്ധനായ ഡോക്ടർ പി വിജയകുമാറാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.